ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫീലിംഗ് ഈസ് ദ സീക്രട്ട് എന്നതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനുമാണ്. പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പരിശീലനവുമാണ്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് നെവിൽ ഗോഡാർഡ് എന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം 1940 മുതൽ അദ്ദേഹം ഈ മാനിഫെസ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടീച്ചിങ്സ് അന്ന് ലെക്ചേഴ്സ് ആയിട്ട് US ബേസിലും അദ്ദേഹം എടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ഇപ്പോഴും ടീച്ചിങ്സുകളും ലെക്ചറും ഒക്കെ ഒരുപാട് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം നെവിൽ ഗോഡാർഡാണ് ഒരു ഏർലി സ്റ്റേജിൽ മാനിഫെസ്റ്റേഷനെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും അല്ലെങ്കിൽ ഒരു ലോ ഓഫ് അസംഷൻ, അതുപോലെ ഇമാജിനേഷൻ ബേസ്ഡ് മാനിഫെസ്റ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഒരു 1940s 1950s ഒരുപാട് ടീച്ചിങ്സ് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് മാനിഫെസ്റ്റേഷൻ്റെ ഒരു ആദ്യകാലങ്ങളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പഠനങ്ങളും അതേക്കുറിച്ച് ഒരുപാട് ടീച്ചിങ്സും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ ഒരു ടെക്നിക്കാണ് ദ ലാഡർ ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് ഞാൻ എൻ്റെ മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ളതാണ്. അപ്പോൾ ഈ ലാഡർ ടെക്നിക്സ് അദ്ദേഹം പഠിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ മാനിഫെസ്റ്റേഷൻ്റെ ഫീലിംഗ് ഈസ് ദ സീക്രട്ട് എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ ഫീല് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ മോഡേൺ ഇതിലേക്ക് വന്നാൽ പോലും മാനിഫെസ്റ്റേഷൻ്റെ ഒരു അൾട്ടിമേറ്റ്ലി എല്ലാ ടീച്ചേഴ്സും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണോ ആ ഇമോഷൻ നമ്മുടെ ബോഡിയെ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ടീച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഞാനും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകളിൽ പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനായിട്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടെക്നിക്കാണ് ദ ലാഡർ ടെക്നിക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ലാഡർ ടെക്നിക്കിനെ കുറിച്ച് കാണാൻ പറ്റും. എന്താണ് ഇപ്പം നെവിൽ ധാരാളം ആളുകൾക്ക് ക്ലാസ്സുകൾ എടുക്കുകയും ധാരാളം ലെക്ചേഴ്സൊക്കെ എടുക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് പേര് അന്നത്തെ കാലത്ത് മാനിഫെസ്റ്റേഷൻ ഡൗട്ട് ചെയ്ത് ഇത് വർക്ക് ചെയ്യുമോ എന്ന കാര്യത്തിൽ ഒരുപാട് സംശയം പ്രകടിപ്പിച്ചു. അപ്പോൾ പെട്ടെന്ന് അവർക്ക് ഇതേക്കുറിച്ച് അറിവില്ലാത്ത, അല്ലെങ്കിൽ ഇത് പരീക്ഷിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പെട്ടെന്ന് അവർക്കൊരു വലിയ ഹ്യൂജ് എമൗണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കൺസിഡറബിളി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് അവർ പരീക്ഷിക്കുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് ഫെയിൽ ആകുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ട്രിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ലാഡർ ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഒരു ചെറിയ ടെക്നിക്ക്, ഒരു കൺസിഡറബിളി വളരെ ചെറിയ ഒരു പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ടൂളാണ് അദ്ദേഹം പറയുന്നത്, ടീച്ച് ചെയ്തത്. ഇതിനാണ് ലാഡർ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാഡർ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ലാഡർ ടെക്നിക്കിൻ്റെ ഐഡിയ മറ്റൊന്നുമല്ല. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് അടുത്ത 3 ദിവസം ഉറങ്ങുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ പകൽ എപ്പോഴെങ്കിലും വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ ഒരു സ്റ്റെപ്പിൽ കൂടെയാണ് ഇത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് മാനിഫെസ്റ്റേഷൻ്റെ സ്റ്റെപ്സും. നമ്മളിനി മാനിഫെസ്റ്റേഷൻ്റെ ബ്രെയിൻ റീവയറിങ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ഇതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്പർ 1 എന്ന് പറയുന്നത് ലൈ ഡൗൺ, റിലാക്സ് ആൻഡ് ക്ലോസ് യുവർ ഐസ്. നമ്മൾ കിടക്കുക, റിലാക്സ് ആവുക, കണ്ണുകൾ അടച്ച് വളരെ റിലാക്സ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുക. ഇതാണ് മെഡിറ്റേഷൻ എപ്പോഴും നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ചെയ്യുന്നത് നമ്മളെ റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴേക്കും വേണം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ ഓപ്പൺ അപ്പ് ആവുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇൻ യുവർ മൈൻഡ്സ് ഐ ഇമാജിൻ യുവർ സെൽഫ് ക്ലൈംബിങ് എ ലാഡർ ഇൻ വിവിഡ് ഡീറ്റെയിൽ. അതായത് നമ്മുടെ കാഴ്ചയ്ക്കുള്ളിൽ ഒരു ലാഡർ, അതായത് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്ന ലാഡർ എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, ഇതിങ്ങനത്തെ ഒരു ലാഡർ നമുക്കറിയാം. ഇത് ചിലത് അലൂമിനിയത്തിൻ്റെ ഉണ്ട്, സ്റ്റീലിൻ്റെ ഉണ്ട്, മരത്തിൻ്റെ ഉണ്ട്, മുളയുടെ ഉണ്ട്, പലതരത്തിലുള്ള ലാഡേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമാജിനേഷനിൽ വരുന്ന ലാഡർ എന്താണ്, ആ ലാഡർ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക ഇൻ വിവിഡ് ഡീറ്റെയിൽ. അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് വേണം അത് മനസ്സിൽ കൊണ്ടുവരാനായിട്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫീൽ യുവർ ഹാൻഡ്സ് ഗ്രിപ്പ് ദ സൈഡ് ഓഫ് ദ ലാഡർ. ഇപ്പം ഇതിനകത്ത് കണ്ടേക്കുന്നത് പോലെ തന്നെ 2 കൈകളും ലാഡറിൻ്റെ ഗ്രിപ്പിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്
ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കൈകൊണ്ട് പിടിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. സെൻസ് യുവർ ഫീറ്റ് സ്റ്റെപ്പിംഗ് ഓൺ ഈച്ച് റഗ്. ഓരോ സ്റ്റെപ്പിലും നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ കാല് ആ കോണിയിൽ ടച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മൾ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് ഫീൽ ദ ടെക്സ്ചർ വുഡ് മെറ്റൽ ഓർ റോപ്പ്. അതായത് ആ ടെക്സ്ചർ നമ്മൾ ഫീൽ ചെയ്യുക. നമ്മൾ ആ ലാഡറിൽ കാലെടുത്ത് വെക്കുമ്പോഴത്തേക്ക് അത് വുഡാണോ അതോ മെറ്റലാണോ അതോ കയറ് വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണോ എന്താണോ ആ ഒരു മെറ്റീരിയലിൻ്റെ ടെക്സ്ചർ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്മെൽ ദ എൻവയോൺമെന്റ്. ആ ആ ഒരു എൻവയോൺമെന്റിന്റെ ഒരു സ്മെല്ല് എന്തായിരിക്കും എന്ന് നോക്കുക. അപ്പം നമുക്ക് ഏണിയിൽ കയറിയിട്ടുള്ള പരിചയമുള്ളവർക്കറിയാം അത് പല രീതിയിലായിരിക്കും അതിന്റെ സ്മെല്ല് നമ്മൾ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലാണെങ്കിൽ അതിനൊരു സ്മെല്ലായിരിക്കും. ഇനി അതൊരു മരത്തിൽ ചാരി വെച്ചിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മരത്തിന്റെ ആ ഒരു സ്കിന്നിന്റെ സ്മെല്ലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും ഓരോ രീതിയിൽ, ചിലപ്പോൾ വീടിനകത്താണെങ്കിൽ ചിലപ്പോൾ വേറൊരു സ്മെല്ലായിരിക്കും. വുഡായിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അതിന് ആ ഒരു സ്മെല്ലായിരിക്കും. അല്ല മറ്റ് മെറ്റലാണെങ്കിൽ മെറ്റലിൻ്റെ സ്മെല്ലായിരിക്കും. എന്നാണെങ്കിൽ എന്താണോ ആ എൻവയോൺമെൻറ്റിൻ്റെ സ്മെല്ല് ആ സ്മെല്ല് എക്സ്പീരിയൻസ് ചെയ്യുക. ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലുക്ക് ഡൗൺ ലുക്ക് അപ്പ് സീ യുവർ സെൽഫ് ആക്ച്വലി ഡൂയിങ് ഇറ്റ്. നമ്മൾ ഇതേപോലെ തന്നെ ഒരു ലാഡറിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് മുകളിലേക്ക് നോക്കി മുകളിൽ എന്താണ് കാണുന്നത് താഴെ എന്താണ് കാണുന്നത് എന്ന് നോക്കുക എന്നുള്ളതാണ്. ഇത് ഈ ഒരു സീൻ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് റിയൽ ആയിട്ട് തോന്നുന്നത് വരെ അത് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതൊക്കെ ഉറക്കത്തിലേക്ക് പോവുക. ഇതാണ് ഈ ലാഡർ ടെക്നിക്ക് എന്താണെന്ന് നെവിൽ ഗോഡാർഡ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് ഞാൻ എൻ്റെ ഇത്തരം ഹയർ ക്ലാസ്സുകളിലൊക്കെ ഞാനത് പറയാറുണ്ട്, നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിന് മുമ്പ് എടുത്ത ക്ലാസ്സിൽ പലരും ഈ ലാഡറിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഞാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ പലർക്കും ആദ്യത്തെ ദിവസം തന്നെ ലാഡറിൽ കയറാൻ പറ്റി. ചില ആളുകൾക്ക് രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊരു സാധാരണ ഒരു വർഷത്തിൽ ഒരിക്കൽ പോലും ലാഡറിൽ കയറാത്തവരും ആ ലാഡറിൽ കാണാൻ പറ്റി എന്ന് പലരും ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഒരു ബോംബെയിൽ നിന്നുള്ള ഒരു ഫാദർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫാദറും പറയുന്നുണ്ടായിരുന്നു അതുവരെ ലാഡറിൽ കയറേണ്ട ഒരു ആവശ്യം വന്നില്ല, പക്ഷെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആക്സിഡൻ്റലി ആ ഒരു കോണിയിൽ കയറേണ്ട ഒരു അവസ്ഥ വന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു ടെസ്റ്റാണ് ഈ ലാഡർ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഇതിനകത്തെ വളരെ രസകരമായ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിനൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണ് ഇത്രയും സ്റ്റെപ്പ് ചെയ്തത്. ഇനി ഡ്യൂറിങ് ദ ഡേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളോട് തന്നെ കോൺഷ്യസ്ലി പറയുകയാണ് ഐ വിൽ നോട്ട് ക്ലൈംബ് എ ലാഡർ. നമ്മളൊന്ന് ചലഞ്ച് ചെയ്യണം, ഐ വിൽ നോട്ട് ക്ലൈംബ് എ ലാഡർ. ഇതാണല്ലോ നമ്മൾ ഇപ്പോൾ 1,00,000 രൂപയാണെങ്കിലും 10 കോടി രൂപയാണെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉപബോധ മനസ്സ്, നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉപബോധ മനസ്സ് ചിലപ്പോൾ നമ്മളോട് നെഗറ്റീവായിട്ട് പറയും നടക്കുമോ ഇല്ലയോ എന്നുള്ളത് പോലെ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ ഡേ നമ്മൾ എഴുതുകയാണ് ഐ വിൽ നോട്ട് ക്ലൈംബ് എ ലാഡർ, റൈറ്റ് ഇറ്റ് ഡൗൺ. അത് നിങ്ങളോട് പറയുകയും ചെയ്യാം, സേ ഇറ്റ് ടു യുവർ സെൽഫ്. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിനകത്തൊരു കോൺട്രാഡിക്ഷൻ എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ഒരു ലാഡർ ക്ലൈംബ് ചെയ്യുന്നത് ആ ലാഡർ ക്ലൈംബ് ചെയ്യുന്നത് പോലെയുള്ള ആ ഒരു യഥാർത്ഥത്തിലുള്ള ഫീല് ബോഡിയിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബോഡിയിലേക്ക് കൊടുക്കുമ്പോൾ ഇതിന് മുമ്പിലത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ടച്ച്, സ്മെല്ല്, സൗണ്ട്, സൈറ്റ് ഇതെല്ലാം വെച്ചിട്ടാണ് ഇമാജിൻ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം വെച്ച് ചെയ്തതിന് ശേഷം വീണ്ടും പിറ്റേ ദിവസം പറയുകയാണ് ഐ വിൽ നോട്ട് ക്ലൈംബ് എ ലാഡർ. അത് എഴുതുകയും ചെയ്യാം, ഐ വിൽ നോട്ട് ക്ലൈംബ് എ ലാഡർ. ഇതിൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇമാജിനേഷൻ, ഉള്ളിൽ കൊടുക്കുന്ന ഇമോഷണലി കൊടുക്കുന്ന ഇമോഷൻ കൊണ്ട് എൻഗേജ് ആവുന്ന ആ ഒരു ഇമാജിനേഷൻ കോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഡിനയലിനെ ഓവർ റൈഡ് ചെയ്യും. അതായത് കോൺഷ്യസ് ആയിട്ടുള്ള ഡിനയൽ എന്ന് പറഞ്ഞാൽ ബോധപൂർവം നമ്മൾ വേണ്ട എന്ന് പറയുമ്പോഴും
യഥാർത്ഥത്തിൽ ആ ലാഡർ എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിന് ഈ ലാഡർ എന്നുള്ള പേരായിരിക്കും സബ് കോൺഷ്യസ് മൈൻഡിന് കേൾക്കുന്നത്. ഈ ഐ വിൽ നോട്ട് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കില്ല. എടുക്കുന്നത് ഇമാജിൻ, നമ്മൾ കൊടുക്കുന്ന ഇമാജിൻ എന്താണ്, നമ്മുടെ എല്ലാ സെൻസുകൾ കൊണ്ടും നമ്മൾ ബോഡിയിലേക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കുക. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരീക്ഷണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, മോസ്റ്റ് പീപ്പിൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഈ ഒരു കോണി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലാഡറിൽ കയറാനോ അല്ലെങ്കിൽ കാണാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ആ ഒരു റിയൽ സിറ്റുവേഷൻ അവർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ ക്ലാസ്സുകളിൽ പറയുമ്പോഴും പലപ്പോഴും അത് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങളിത് ബോധപൂർവം ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ അടുത്ത 2-3 ദിവസം ഒരു കോണിയിൽ കയറാനോ കോണി കാണാനോ ഇടയാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. നിങ്ങൾ കോണി കണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിലൊന്ന് പറയുക അത് കണ്ടു, അല്ലെങ്കിൽ അതിലൊന്ന് കയറാൻ പറ്റിയെന്നുള്ളത്. അത് കയറി കഴിയുമ്പോഴാണ് അതിൻ്റെ റിയൽ, അതായത് നോർമലി കയറണ്ടാത്ത ഒരാൾ ചിലപ്പോൾ അതിനകത്ത് ആ കോണി കയറേണ്ടി വരും. അതാണ് ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു സിമ്പിൾ ടെക്നിക്കാണ്. അപ്പോൾ നെവിൽ ഗോഡാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ലാഡറിൽ കയറുന്നത് വർക്കായി എന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വെൽത്തും അതേപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാം. ലവ് അല്ലെങ്കിൽ ഹെൽത്ത്, എന്ത് വേണമെങ്കിലും, റിലേഷൻഷിപ്പ്, ബിസിനസ്, ഇതിനകത്തൊക്കെ എന്താണെങ്കിലും നമുക്ക് ഈ ലാഡർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് മറ്റ് എന്ത് വേണമെങ്കിലും അതിനകത്ത് വർക്കാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നെവിൽ ഗോഡാർഡിന്റെ ടീച്ചിങ്ങിൽ എപ്പോഴും പറയുന്നതാണ് അസ്യൂം ദ ഫീലിംഗ് ഓഫ് ദ വിഷ് ഫുൾഫിൽഡ്. ഇതെപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിലും പറയുന്നതാണ്. എൻ്റെ റിസൾട്ട് എന്താണോ അതിൻ്റെ ഫീലിംഗ്, ആ എൻ്റെ ഇമോഷൻ ബോഡിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡോക്ടർ ജോ ഡിസ്പെൻസയും ഇതേ ആശയം തന്നെയാണ് പറയുന്നത്. അബ്രഹാം ഹിക്സും ഇതേ ആശയം തന്നെയാണ് പറയുന്നത്. ഇത് സീക്രട്ടിലും ഇതേ ആശയം തന്നെയാണ് പറയുന്നത്. അപ്പം ഇത് പല തരത്തിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ ന്യൂറോണുകളെയും അല്ലെങ്കിൽ എല്ലാ സെൻസറി ന്യൂറോണുകളെയും ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡിന് അത് ഈസി ആയിട്ട് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. ഇതിനാണ് നമ്മൾ ബ്രെയിൻ റീവയറിങ് അല്ലെങ്കിൽ മെൻ്റൽ റിഹേഴ്സൽ എന്നൊക്കെ പറയുന്നത്. ന്യൂറോ സയൻസ് പറയുന്നത് മെൻ്റൽ റിഹേഴ്സൽ ആക്ടിവേറ്റ് ദ സെയിം ന്യൂറൽ പാത്വേസ് ആസ് റിയൽ ആക്ഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. സെൻസറി ന്യൂറോൺ കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴേക്കും ആ ന്യൂറോൺസ് എന്താണോ റിയൽ സംഭവിക്കുന്നത് അതേപോലെ തന്നെ ഉള്ള പ്രവർത്തനമായിരിക്കും നടക്കുക. അപ്പോൾ ഇതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു, ബ്രെയിനിന് അറിയില്ല ഇത് ആക്ച്വൽ ആണോ ഇതൊരു ഇമാജിനറി എക്സ്പീരിയൻസ് ആണോ എന്നുള്ളത്. ഇതിനു മുമ്പൊരു ക്ലാസ്സിൽ നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു മലയിലേക്ക് ഓടി കയറുന്നത്, നമ്മൾ ഒരു മലയുടെ മുകളിലേക്ക് മെഡിറ്റേഷന് വേണ്ടി പോകുന്ന ഒരു മെഡിറ്റേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു ഇമാജിനേഷൻ എങ്ങനെയാണ് ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. റൈറ്റ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു സ്റ്റെപ്പിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? എനിബഡി? ടൈമിൽ നമുക്ക് ഐ വിൽ നോട്ട് ക്ലൈംബ് എ ലാഡർ എന്ന് എഴുതണം എന്ന് പറഞ്ഞല്ലോ. അതെ അത് നമ്മള് ഇപ്പൊ ഇത് എല്ലാ കാര്യത്തിലും അപ്ലിക്കബിൾ ആണ്. അതായത് നമ്മള് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ സാർ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണല്ലോ അല്ലെ, ലാഡർ അതെ ടെക്നിക് എന്ന് പറയുന്നത്. അതെ ഇത് അപ്പോ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, ഇത് എത്ര തവണ എഴുതണം എന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഫ്രീക്വൻസി ഒന്നുമില്ല. നമ്മൾ ഓർക്കുമ്പോൾ അങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എഴുതുക. അതായത് നമ്മൾ നോർമലി ചെയ്യും, ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു തവണയോ 2 തവണയോ നമ്മൾ ഓർക്കുമ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, ഇപ്പോൾ ഒരു ലാഡർ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ, ലാഡറിന് പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നുമില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടിയാലും കിട്ടിയില്ലാലും കുഴപ്പമില്ലാത്തതുകൊണ്ട് ഈ പരീക്ഷണം വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു ലാഡറിന്റെ ഒരു എക്സാമ്പിൾ നെവിൽ പറയുന്നത്. ഇനി ഈ ലാഡറിന് പകരം നിങ്ങൾ ഇതേപോലെ തന്നെ ഇപ്പൊ എന്തായാലും ഈ ഒരു കോഴ്സിൽ നിങ്ങൾ പങ്കെടുക്കുകയാണ്. ഈ കോഴ്സിന്റെ ഒരു യഥാർത്ഥ ഒരു റിസൾട്ട്, നിങ്ങൾക്ക് ടാൻജിബിൾ ആയിട്ടൊരു റിസൾട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ഒരു തുക, അപ്പൊ വെൽത്ത് ആണല്ലോ എപ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ നിങ്ങളൊരു തുക നിങ്ങൾ വിചാരിക്കുക, ഈ
നമ്മൾ ഈ 2 ആഴ്ചക്കുള്ളിൽ, അതായത് ഒരു 25-ാം തീയതിക്ക് മുമ്പായിട്ട്, ഇന്ന് 12-ാം തീയതി അല്ലേ, 25-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾക്കൊരു തുക കിട്ടുന്നതായിട്ട്, അതായത് നമ്മുടെ ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പായിട്ട് റീസണബിൾ ആയിട്ടൊരു തുക വെച്ചാൽ മതി. അതായത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തുക. പക്ഷേ നിങ്ങളുടെ നോർമൽ വരുമാനത്തിലുള്ള പൈസയല്ല, അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിന് അപ്പുറത്ത് വരാൻ സാധ്യതയുള്ള ഒരു തുക നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഇപ്പൊ തന്നെ എഴുതി വെച്ചോ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് വർക്ക് ആവുമോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര പേർക്ക് വർക്കായി എന്നുള്ളത് നോക്കാം. കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ഈ കോഴ്സിന്റെ തുക എങ്കിലും കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് മുതലായല്ലോ ഓൾറെഡി. അതൊരു നല്ല സ്കീമല്ലേ? ചെയ്ത് വെച്ചിട്ടുള്ള തുകകളൊക്കെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും എഴുതിയാൽ മതി. അതായത് സാധ്യതകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന തുകകളാണ് അതൊക്കെ. അത് എഴുതിയാൽ മതിയോ? ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ, ആശയം എന്നാന്ന് വെച്ചാൽ, ഇപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻകം, ഒരു സ്ട്രീം ഉണ്ടല്ലോ സാധാരണ വരുന്നത്. അതെന്തായാലും വരും, അത് വരുന്ന തുകയാണ്. ഞാൻ പറയുന്നത് അല്ലാതെ എക്സ്ട്രാ ഒരു ഒരു പോക്കറ്റ് മണി കിട്ടുന്നത് പോലെയുള്ള ഒരു തുക നിങ്ങൾ എഴുതി വെക്കുക. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഒരു പ്രാക്ടിക്കൽ സെൻസിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സ് ഐഡിയ കിട്ടിയോ? എനിക്ക് മനസ്സിലായി, ഞാൻ ക്ലാസ് കുറച്ച് മിസ്സായി. ആ, പക്ഷെ നമ്മളൊരു തുക നമ്മുടെ മൈൻഡിലുള്ള ഒരു ബോണസ് പോലെ കിട്ടുന്നത് നമ്മുടെ അതെ 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 സാധാരണ അതെ അതെ ഇൻകത്തിൽ അതെ നിന്ന്. അതെ അതെ അതെ. ഞാൻ ഈ ലാഡർ ടെക്നിക്ക് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായിരുന്നോ? ഇല്ല, ഞാൻ കേട്ടില്ല. ആ, ഞാനത് കേട്ടോളാം. കുഴപ്പമില്ല. അത് വീഡിയോ ഒന്നുകൂടെ ഒന്ന് കേട്ടാൽ മതി. അപ്പൊ തൽക്കാലം ഇപ്പൊ ഇത് ചിന്തിക്കുക. ഒരു തുക നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് റീസണബിൾ ആണെന്ന് തോന്നുന്ന ഒരു തുക എഴുതുക. ഓസ്റ്റിൻ ഓസ്റ്റിൻ അവൈലബിൾ ആണോ സംസാരിക്കാൻ? ഹായ് ഓസ്റ്റിൻ. ഹലോ ഓസ്റ്റിൻ. യെസ് സാർ ഉണ്ട്. ഓസ്റ്റിൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നോ നമ്മൾ അന്ന് ഈ ലാഡർ ടെക്നിക് പറഞ്ഞപ്പോ? ഉവ്വ ഉണ്ടായിരുന്നു സാറേ. ഓസ്റ്റിൻ ലാഡറിൽ കയറാൻ പറ്റിയോ? ഓർമ്മയുണ്ടോ? ഉണ്ട് സാറേ, ഉണ്ട്. ഞാൻ ലാഡർ ടെക്നിക്ക് നന്നായിട്ട് ഓർക്കുന്നുണ്ട് സാറേ. അത് ചെയ്തിട്ടുണ്ട്. ഇവരോടൊന്ന് പറയാമോ? അത് ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? ഈ പുതിയ ആ ആൾക്കാരോട് അത് എന്താണ് ആ ടെക്നിക്ക് എന്ന് നമ്മൾ പറഞ്ഞെന്നുള്ളത്. ആക്ച്വലി സാറ് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മള് എന്ത് കാര്യവും ഇപ്പൊ പ്രത്യേകിച്ച് ലാഡറിന്റെ ടെക്നിക്കിൽ നമ്മൾ അന്ന് ലാഡറിനെ കണ്ടു. നമ്മൾ കാണുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കും എന്നുള്ളതാണ്. അപ്പോ അന്ന് ഈ ഒരു എക്സസൈസ് ചെയ്തതിനു ശേഷം നമ്മുടെ വീട്ടില് അങ്ങനെ ഒരു സാഹചര്യം വരികയും ഒരു ബൾബ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ലാഡറിൽ കയറേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തു. അപ്പം ഇപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവര് സംശയം ചോദിച്ച ഒരു കാര്യം വെച്ചാല്, ഒരു എക്സ്ട്രാ തുക എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് ഉം, പലപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. നമ്മളിപ്പോ ക്ലാസ്സിൽ ഉം, പലപ്പോഴും ആളുകളോട് കൊടുക്കാറുണ്ട്. അതായത് നമ്മള് ഉം, പ്രതീക്ഷിക്കാത്തൊരു തുക എന്നിലേക്ക് വന്നു ചേരും എന്നുള്ള രീതിയിൽ ഒരു ഉം, 100ഓ ഉം, അല്ലെങ്കിൽ 200 ഉം, ഒക്കെ നമ്മൾ ഉം, ചെയ്യാറുണ്ട്. അത് ഉം, ഏതെങ്കിലും ഉം, വകുപ്പില് നമ്മൾക്ക് ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നു തരും, ഗിഫ്റ്റ് ആയിട്ടോ ഉം, 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 അതല്ലെങ്കിൽ ഉം, ഒരു എക്സ്ട്രാ ഗിഫ്റ്റ്. മറ്റേ പലപ്പോഴും അങ്ങനെയാണ് കിട്ടാറ്. ഒരു ഉം, അഡീഷണൽ എമൗണ്ട് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉം, വിചാരിക്കാത്ത ഒരു ട്രെയിനിങ് കിട്ടുകയോ അല്ലെങ്കിൽ വിചാരിക്കാത്ത എന്തെങ്കിലും ഒരു പരിപാടിയിൽ ആ പൈസ ഉം, നമ്മളിലേക്ക് ഉം, ഉം. വരാറുണ്ട്. അതെ അതെ അതെ. ആ, അപ്പം ഇത് നമ്മൾ യെസ്. താങ്ക് യു സർ. ആ, യാ യാ. അതായത് ഞാൻ ഓസ്റ്റിൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനു മുമ്പിലത്തെ ഒരു സെഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് കുറെ ആളുകൾക്ക് ഈ ലാഡർ ടെക്നിക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ലാഡറിൽ റിയൽ ലൈഫിൽ തന്നെ ഒരു എക്സ്പീരിയൻസ് കിട്ടി. അപ്പൊ ഞാൻ പറയുന്നത്, ഒന്നുകിൽ നിങ്ങൾക്ക് ലാഡർ ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തുക, ഏതെങ്കിലും ഒരു തുക, ഞാൻ പറഞ്ഞ അപ്രതീക്ഷിതമായിട്ട് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തുക നിങ്ങൾ എഴുതി വെക്കുക. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. കാരണം നിങ്ങൾക്കിത് ഒരു എക്സ്ട്രാ മണി എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. റൈറ്റ്. അപ്പൊ അതൊന്ന് എഴുതിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ റിലാക്സ് ചെയ്യുക. ക്ലോസ് യുവർ ഐസ്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് വളരെ റിലാക്സ് ആയിട്ട് കിടക്കുക. അപ്പൊ ഇതിനകത്ത് നമ്മൾ ലാഡറിന്റെ ടെക്നിക്കിനകത്ത് പറയുന്നത് പോലെ, ലാഡർ ക്ലൈംബ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് കാണുന്നത്. എന്നതുപോലെ ഈ പണത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് ആ പണം നിങ്ങൾ ഫീൽ ചെയ്യുന്നത് എന്നൊന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പം ആ തുക എഴുതിയോ? നമുക്ക് ആ എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കാം. ആ തുക നിങ്ങൾ എഴുതിയോ? എല്ലാവരും ഒരു തുക എഴുതിയോ? ഓക്കെ, ഒരു തുക എഴുതി. ഇനി നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തിട്ട് ആ തുക നിങ്ങൾക്ക് കിട്ടുമ്പോൾ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത് എന്ന് ശരിക്കും ബോഡിയിലേക്ക് ഒന്ന് കൊണ്ടുവരിക. അത് എത്രയാണെങ്കിലും, 10,000 ആയിരിക്കും, 1 ലക്ഷം, 2 ലക്ഷം, പിന്നെ
10 ലക്ഷം എത്രയാണെങ്കിലും ആ തുക നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു തുക മതി. നിങ്ങൾ ഇത് ആദ്യത്തെ ഒരു പരീക്ഷണമായതുകൊണ്ട്. അപ്പോൾ അത് എഴുതിയിട്ട് ആ പണം നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളത് ഫീല് ചെയ്യുന്നത് എന്നൊന്ന് വിചാരിക്കുക. ആ പണം നിങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ആ ഒരു ഫീലിംഗ് എന്നുള്ളത് നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ മനസ്സിനുള്ളിൽ ആ ഒരു മെന്റൽ മൂവി നിങ്ങൾ ഫീൽ ചെയ്യുക. അപ്പൊ ഇനി അത് ക്യാഷ് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ക്യാഷ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയിരിക്കും അത് സ്മെല്ല് ചെയ്ത് നോക്കാം. എപ്പോഴും നമ്മുടെ കറൻസിക്ക് ഒരു സ്മെല്ലുണ്ട്, അതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കാം. പിന്നെ അത് കിട്ടിക്കഴിയുമ്പോൾ അത് കയ്യിൽ പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ നോക്കാം. അത് ക്യാഷ് ആയിട്ടാണ് വരുന്നത്. ഇനി അതല്ല അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആണ് വരുന്ന ഓപ്ഷനെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കുന്നതും മൊബൈൽ ഫോണിന്റെ ലോഗിൻ ചെയ്തിട്ട് ഇന്റർനെറ്റ് ബാങ്കിങ്ങിലേക്ക് കയറി കഴിയുമ്പോൾ എത്രയാണോ ആ എമൗണ്ട് അക്കൗണ്ടിൽ കിടക്കുന്നത്, ക്രെഡിറ്റ് ആയിരിക്കുന്നത് ഒന്ന് കണ്ടു നോക്കുക. അത് കാണുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ അത് ഫീൽ ചെയ്യുന്നതെന്ന് ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കുക. നമ്മുടെ മൊബൈലിൽ കയറുമ്പോഴത്തേക്ക് ആ മൊബൈലിലേക്ക് കൈ കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ് കൊടുത്തിട്ട് എങ്ങനെയാണോ കയറുന്നത്, ഇന്റർനെറ്റ് ബാങ്കിങ്ങിലാണെങ്കിൽ നമ്മുടെ പാസ്വേഡ് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതെങ്ങനെയാണ് എക്സാക്ട്ലി അങ്ങനെ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ പണം എങ്ങനെയാണ് നിങ്ങൾ വിനിയോഗിക്കാൻ പോകുന്നതെന്നും കാണുക. ഇത് നിങ്ങളുടെ മാത്രം പണമാണ്, നിങ്ങൾക്ക് അതൊരു എക്സ്ട്രാ ബോണസ് കിട്ടിയിരിക്കുന്നതാണ്. നിങ്ങൾ ഇനി എന്താണ് ഈ പണം കൊണ്ട് ചെയ്യാൻ പോകുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ ബേബി ഒരു പെയർ ഓഫ് ഒരു ഡ്രസ്സ് നിങ്ങൾ വാങ്ങിക്കുമായിരിക്കും. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ യാത്ര പോവുക, എനിക്കൊരു എക്സ്ട്രാ മണിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ഒരു ലോൺ ക്ലോസ് ചെയ്യുക, എന്താണോ അത് മനസ്സിൽ കൊണ്ടുവരിക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്, ഇത് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഏറ്റവും വിവിഡായിട്ട് വളരെ ഇന്റൻസ് ആയിട്ട് തന്നെ മനസ്സിൽ അത് കൊണ്ടുവരിക, ആ ഒരു തുക എത്രയാണ് എന്നുള്ളത്. ആ തുക എങ്ങനെയാണ് വിനിയോഗിക്കുന്നതും ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ ചെയ്യേണ്ട. അതിന് നിങ്ങൾ പകലെപ്പോഴെങ്കിലും ഇതേപ്പറ്റി ഓർത്തിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതുക, ഐ വിൽ നോട്ട് ഗെറ്റ് ദിസ് മണി. ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചലഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക കറക്റ്റായിട്ട്, എനിക്ക് ഈ പൈസ കിട്ടില്ല എന്ന് നിങ്ങളത് എഴുതി നോക്കുക. അല്ലെങ്കിൽ ഐ വിൽ നോട്ട് ഗെറ്റ് ദിസ് എമൗണ്ട്, എത്രയാണോ എമൗണ്ട്, ഇപ്പോൾ ഐ വിൽ നോട്ട് ഗെറ്റ് 10,000 ഇന്ത്യൻ റുപ്പീസ്, ഐ വിൽ നോട്ട് ഗെറ്റ് ദിസ് 1 lakh rupees. അതൊന്ന് എഴുതി നോക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ ഒരു ഡൗട്ട് അടിക്കും, ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആ ഡൗട്ടിനെ തന്നെ അക്നോളജ് ചെയ്തിട്ട് തന്നെ എഴുതിക്കോളൂ, ഐ വിൽ നോട്ട് എന്ന ആ ഒരു ടേം വെച്ചിട്ട് ഒന്ന് എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾ ഫ്രീ ആയി എന്ന് വെച്ചാൽ അവിടെ ഒരു ഡിറ്റാച്ച്മെന്റും ഉണ്ട്. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ആ എമൗണ്ടിനാണ് ഇമ്പോർട്ടൻസ്, ഐ വിൽ നോട്ട് എന്നുള്ളതല്ല. ആ എമൗണ്ട് എത്രയാണ് അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ കൊടുത്ത ഇമോഷനാണ് ആ നമ്മൾ വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ബോഡി എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഇത് മിക്കവാറും എത്ര നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ഫാസ്റ്റ് ആയിട്ട്, ചിലപ്പോൾ 1, 2, 3 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ഈ പൈസ നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇത് നിങ്ങൾക്ക് ഇത് പക്ക നിങ്ങൾ ചെയ്തത് കറക്റ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും.
യെസ്. ഇനി നിങ്ങൾക്ക് പതുക്കെ കണ്ണു തുറക്കാം. ഈ സ്റ്റെപ്സ് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ഞാൻ ഈ സ്റ്റെപ്സിന്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചു തന്നേക്കാം. നിങ്ങൾ ആ സ്റ്റെപ്സ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ പലതവണ പരീക്ഷിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ഈ അടുത്തിടയ്ക്കൊന്നും അത് പരീക്ഷിക്കാറില്ല. കാരണം ഈ അടുത്തിടയ്ക്കെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പരീക്ഷിക്കേണ്ട പോലും ആവശ്യമില്ല. ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ അല്ലാതെ തന്നെ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാതെ തന്നെ ഞാനൊരു അലൈൻമെന്റിലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ സംഭവിക്കാറുണ്ട്. എന്നാൽ ഞാനിത് പരീക്ഷിക്കുന്ന സമയത്ത് ഇത് ഒരു 4-5 ഇൻസിഡന്റ് സമയത്ത്, അതായത് ചില കാര്യങ്ങൾ നടക്കില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് ഈ ഒരു കാര്യം ഞാൻ പരീക്ഷിച്ച് എനിക്ക് വിജയിച്ചിട്ടുണ്ട്. അത് ഇതിന് മുമ്പിലത്തെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ അത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിത് വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇത് ചെയ്താൽ മതി. അത് ചെയ്ത് കഴിയുമ്പോഴേക്കും, അതൊരു 3-4 ദിവസം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റൈറ്റ്. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ ഇനിയുള്ള ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് സെഷൻസ് ഉണ്ടാവും. അതായത് പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ക്ലാസ്സിലിരിക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് ഒരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ പോകാൻ സാധിക്കും. പക്ഷേ അവർ തന്നെ ഇരിക്കുമ്പോൾ അവർക്ക് അത്രയും ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ബോഡിയിൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനിത് ഗൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഇമോഷൻസ് നന്നായിട്ട് ഇൻഡ്യൂസ് ചെയ്യാതെ ബോഡിയിലേക്ക് കൊടുക്കാനും പറ്റും. പക്ഷെ തന്നെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അത് ചെയ്യാനായിട്ട് മെനക്കെടില്ല, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു 100% അതിലേക്ക് ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പലരും പറയാറുണ്ട്. ശരിയല്ലേ അഫ്സൽ? ശരിയാണ് സർ. അതെ. അപ്പൊ നമ്മൾ ഇനിയുള്ള സെഷനിൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സെഷനിൽ, അടുത്ത സെഷൻ എല്ലാ ദിവസവും ഈ മാനിഫെസ്റ്റേഷന്റെ മെഡിറ്റേഷൻ ചെയ്യും. അതിനകത്ത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ മെഡിറ്റേഷൻ ഉണ്ടാവും, മാനിഫെസ്റ്റേഷന്റെ മെഡിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ അത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, എനിക്കും ഇതിന്റെ ഒരു ടാൻജിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണണം. എനിക്ക് ഉറപ്പാണ് ഇതെല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഉദ്ദേശിച്ച നിങ്ങളുടെ പോക്കറ്റ് മണി എങ്കിലും നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് യാതൊരു സംശയവും. റൈറ്റ്. അപ്പൊ നമുക്ക് ഇന്ന് ശരിക്കും അതിന്റെ ഫോർമൽ ആയിട്ടുള്ള ആ ഒരു മാനിഫെസ്റ്റേഷന്റെ ഒരു മെഡിറ്റേഷനിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഇപ്പൊ ഇതേ സ്റ്റെപ്പ് തന്നെയാണ്, വളരെ ഫോർമൽ ആയിട്ട് നമുക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് ആ സ്റ്റെപ്സ് കിട്ടുകയും ചെയ്യും. വളരെ ഇന്റൻസീവ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ എന്താണ്. അപ്പൊ നിങ്ങളിപ്പോ ഞാൻ പറയുന്നത്, ഈ കോഴ്സ് കഴിയുന്നത് വരെ നിങ്ങൾ ഈ ഒരൊറ്റ കാര്യത്തിൽ സ്റ്റിക്ക് ചെയ്യുക. അത് നമുക്കൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരൊറ്റ കാര്യത്തിൽ, അതായത് നിങ്ങളുടെ ഈ പോക്കറ്റ് മണി നിങ്ങൾക്ക് കിട്ടുന്ന കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പൊ അത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഫൈൻ. പക്ഷെ ഇതിനകത്ത് ഈ ഒരു പോക്കറ്റ് മണിയുടെ കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പൊ ഈ പോക്കറ്റ് മണി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അത് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാത്ത ഒരു കാര്യമാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമുള്ള ഒരു കാര്യമാണ്. റൈറ്റ്. അപ്പൊ ഇതിൽ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഒരു എമൗണ്ട് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ അത് എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രശ്നമില്ല. അതിനകത്ത് ഏത് എമൗണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഒന്ന് ചെയ്യാം. മാനിഫെസ്റ്റേഷന്റെ പ്രോസസ്സിൽ കൂടെ തന്നെ പോവാം. അപ്പൊ നടുവ് നിവർന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ ഈ എഴുതിയ തുക തന്നെ നിങ്ങളൊന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ. നിങ്ങൾ നടുവ് നിവർന്നിരിക്കട്ടെ. നിങ്ങളുടെ ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരട്ടെ. ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് പതുക്കെ പുറത്തേക്ക് പോകട്ടെ. നിങ്ങളുടേതായ താളത്തിൽ നിങ്ങൾക്ക് ബ്രീത്ത് എടുക്കുകയും ബ്രീത്ത് പുറത്തേക്ക് വിടുകയും ചെയ്യാം. ഓരോ ബ്രീത്ത് എടുക്കുമ്പോഴേക്കും നിങ്ങൾ കൂടുതൽ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സ്വയം നിങ്ങളോട് തന്നെ പറയുക. ഓരോ ബ്രീത്ത് എടുക്കുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ ശാന്തമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാം. ശരീരത്തിന്റെ ഓരോ പേശികളും ഓരോ മസിൽസും
റിലാക്സ് ആവുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഡിസ്കംഫർട്ട് നിങ്ങളുടെ ശരീരത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ശബ്ദം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, അതെല്ലാം നിങ്ങളുടെ മെഡിറ്റേഷനെ കൂടുതൽ ഡീപ്പർ ലെവലിലാക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങളുടെ ശരീരം ഇപ്പോൾ കൂടുതൽ കൂടുതൽ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോ പേശികളും ഇപ്പോൾ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശരീരം വളരെ ലൂസ് ആയിട്ടിരിക്കുകയാണ്, വളരെ റിലാക്സ്ഡ് ആണ് ഇപ്പോൾ. എന്തൊക്കെ ഡിസ്കംഫർട്ട് വന്നാലും അതിനെ അങ്ങ് വിട്ടുകളയുക, അതിനെ അങ്ങ് ലെറ്റ് ഇറ്റ് ഗോ കൊടുക്കുക. അതങ്ങനെ തന്നെ നിന്നോട്ടെ, അതതിനെ അതിന്റെ വഴിക്ക് വിട്ടേക്കുക. പതിയെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നിങ്ങളുടെ ചിന്തകളുടെ അളവ് കുറഞ്ഞു വന്നിരിക്കുകയാണ്. വളരെ റിലാക്സ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ്. ഏത് ചിന്തകളും വന്നോട്ടെ, ആ ചിന്തകളുടെ ഒരു ഒഴുക്ക് കുറഞ്ഞു വരുന്നത് ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സും ഹൃദയത്തിന്റെ ഇമോഷനും ബോഡിയുടെ എനർജിയും ഒക്കെ ഇപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ഒരു സംരക്ഷണ വലയം രൂപീകരിച്ചു വരുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ആ സംരക്ഷണ വലയം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ്, ഒരു ഇമോഷനായിട്ടാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമോഷനായിട്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് ആയിട്ട് കാണാം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ഒരു സംരക്ഷണ വലയം കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊരു ഫ്ലോ ആണ്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു ഫ്ലോ ആണ്. വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള, വളരെ സുഖകരമായിട്ടുള്ള ഒരു വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വന്ന് നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ആ ഒരു സംരക്ഷണ വലയം തീർക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ? ഈ ആ സംരക്ഷണ വലയം എക്സ്പാൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളിരിക്കുന്ന മുറിയിൽ നിറഞ്ഞിരിക്കുകയാണ്. എക്സ്പാൻഡ് ഇറ്റ് ഔട്ട്, അത് വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് നിങ്ങളായിരിക്കുന്ന ആ പ്രദേശവും ഈ ഭൂമിയും കടന്ന് ഈ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ആ ഒരു വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളും യൂണിവേഴ്സും ഇപ്പൊ ഒന്നായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. യെസ്, ഇനി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു എമൗണ്ട് നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. അത് വരാനുള്ളതല്ല, ഇപ്പോൾ തന്നെ വന്നു കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആ പണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ്? ഇന്റർനെറ്റ് ബാങ്കിലൂടെയാണോ, നെറ്റ് ബാങ്കിങ്ങിലാണോ, അതോ പണം ക്യാഷ് ആയിട്ടാണോ നിങ്ങളുടെ കയ്യിൽ വന്നത്? ഇമാജിൻ ചെയ്യുക, അതിപ്പോൾ കിട്ടിയതുപോലെ തന്നെ നിങ്ങൾ അനുഭവിക്കുക. എങ്ങനെ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, അതിപ്പോൾ നിങ്ങളുടെ കയ്യിലായിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. ഏറ്റവും വിവിഡായിട്ട് ആ ഒരു സീൻ നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ഫോൺ എടുക്കുന്നു, നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ഇന്റർനെറ്റ് ബാങ്കിങ് ഓപ്പൺ ചെയ്യുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, അതിലേക്ക് ലോഗിൻ ചെയ്യുന്നു. യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് ആ തുക കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് വളരെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വളരെ വിവിഡായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. യെസ്, ആ തുക നിങ്ങളുടെ തുകയാണ്. നിങ്ങൾക്കത് എന്ത് വേണമെങ്കിലും അതുകൊണ്ട് ചെയ്യാൻ പറ്റും.
ആ തുക നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ആ തുക കൊണ്ട് ചെയ്യാൻ പോകുന്നത്. യെസ്, വീണ്ടും നിങ്ങൾ ആ ഇന്റർനെറ്റ് ബാങ്കിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ നെറ്റ് ബാങ്കിന്റെ കളർ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇനി ക്യാഷ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ ക്യാഷ് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നാൽ എന്തായിരിക്കും അത് അങ്ങനെ തന്നെ കൊണ്ടുവരിക. യെസ്, അത് കൊണ്ടുവരികയല്ല, അതിപ്പോൾ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ട് ആ പണം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് ആ പണം. ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ട് ആ പണം. ഇനി കിട്ടാൻ പോവല്ല, അതിപ്പോ കിട്ടിക്കഴിഞ്ഞു. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഇപ്പൊ നിങ്ങളുടെ ബോഡി, മൈൻഡ്, ഇമോഷൻസ് ഇപ്പൊ എല്ലാം വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളിൽ നിന്ന് വരുന്ന ആ ഒരു വൈബ്രേഷൻ സിഗ്നേച്ചർ ഇപ്പൊ നിങ്ങളുടെ ബോഡിയിലുണ്ട്. അതിനെ നിങ്ങൾ അങ്ങ് വിട്ടുകളയുക, യൂണിവേഴ്സിലേക്ക് അങ്ങ് ലെറ്റ് ഗോ കൊടുക്കുക, അതിനെ അങ്ങ് റിലീസ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ആ എനർജി അങ്ങ് റിലീസ് ചെയ്യുക. ആ ഒരു വേർഡിലേക്ക്, നിങ്ങളോടുള്ള ആ ഒരു ശൂന്യതയിലേക്ക് നിങ്ങളോടുള്ള സ്നേഹവും ആദരവും ഒക്കെ നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ പണം കിട്ടി, നിങ്ങൾ ആവശ്യമുള്ള ആ ഒരു ഇത് കിട്ടി, നിങ്ങൾ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ. അപ്പൊ അതൊക്കെ ശരീരത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. ശരീരത്തിന് താങ്ക്സ് പറയാം, നമുക്ക് ആ പണം കിട്ടി. ഓരോ അവയവങ്ങളും ഇപ്പോൾ റിലാക്സ് ആയി, ഓരോ പേശികളും ഇപ്പോൾ റിലാക്സ് ആണ്. ശ്രദ്ധ പതിയെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് കൊണ്ടുവരാം. സാധാരണഗതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. ഞാൻ 5 മുതൽ 0 വരെ കൗണ്ട് ഡൗൺ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് പുറത്തു വരാം. 5, 4, 3, 2, 1, 0. അപ്പൊ നിങ്ങൾ എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് നോട്ട് ചെയ്യുക. പതിവ് പോലെ അത് എനിക്ക് അയച്ചു തരിക.